ഇന്നലെ ബീഹാറിൽ ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചു. അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്. 64.66%. എന്തായാലും SAR നടപ്പിലാക്കിയ പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലുള്ള വർധന ഉണ്ടായത്. കാരണം ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരും പിന്നീട് ആ സംസ്ഥാനത്തുള്ളവരും മരണപ്പെട്ടവരും അടക്കമുള്ളവരെ ഒഴിവാക്കി കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ശതമാനം വർദ്ധിച്ചിരിക്കുന്നത്. നാം ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകപക്ഷീയമായി തന്നെ ഒരു വിജയത്തിലേക്ക് BJP മുന്നേറുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വലിയ രീതിയിൽ BJP നയിക്കുന്ന NDAയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പോളിംഗ് നടന്നിരിക്കുന്നത്. RJDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നിലയ്ക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ മികച്ച പ്രകടനമില്ലായ്മയാണ് അവരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. 2020 പരിശോധിച്ചാലും നമുക്കിത് കൃത്യമായി തന്നെ മനസ്സിലാകും. RJD തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്ന് ശരീരമനങ്ങി പണിയെടുക്കാൻ മടിയുള്ള നേതാക്കൾ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബീഹാറിലുമുണ്ട്. അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നത്. അത് കൃത്യമായി തന്നെ മുതലാക്കുവാൻ BJPക്ക് കഴിയുന്നുണ്ട്. അവർ കൃത്യമായി പ്രചരണം നടത്തി ഈ കഴിവുകേടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നത് നിരന്തരമായി അവർ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാട്ടുന്ന പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹമായിരിക്കും ഈ സർക്കാരിൽ വരുന്ന സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായി മാറാൻ പോകുന്നത്. കാരണം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധ്യതയുള്ളത് BJP RJDയുമാണ്. ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള മത്സരത്തിൽ ആര് ഒറ്റകക്ഷിയാകുമെന്ന് സംശയമാണ്. അപ്പോൾ മറ്റൊരു പാർട്ടിക്ക് കോൺഗ്രസിനാണെങ്കിൽ അങ്ങനെ കഴിവില്ല. അപ്പോൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ഈ പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന് ഒരു 10ലധികം സീറ്റുകൾ നേടാൻ, ഒറ്റയ്ക്ക് 10ലധികം സീറ്റുകൾ നേടാൻ കഴിയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ, രാഷ്ട്രീയ ഭാവിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഒരു തൂക്കുസഭ വരികയാണെങ്കിൽ രണ്ട് പാർട്ടികളും RJDയും അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ RJDയും BJPയും എല്ലാം ഇദ്ദേഹത്തെ സമീപിക്കാനുള്ള സാധ്യത നാം കാണുന്നുണ്ട്. അത്തരമൊരു നീക്കം നാം വർഷങ്ങൾക്ക് മുൻപ് ത്രിപുരയിൽ കണ്ടിരുന്നു. ത്രിപുരയിലും ഇന്ത്യ മുന്നണിക്ക് സമാനമായി കോൺഗ്രസ് CPM ഒരുമിച്ച് മത്സരിക്കുകയും BJP ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അന്നാണ് തിപ്രമോദ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ അവർ BJPയോടൊപ്പമാണ്. അപ്പോൾ ഈ പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും BJPയോടൊപ്പം നിൽക്കുന്ന സാധ്യതയാണ് കാണുന്നത്. അത് RJDക്ക് തന്നെ വ്യക്തമായ ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പലതവണ ആവർത്തിച്ച് പറയുകയാണ്, ജൻസ്വരാജ് പാർട്ടി BJPയുടെ ഒരു B ടീം മാത്രമാണ്. അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം, ഭരണവിരുദ്ധ വികാരം ചിന്നിച്ചിതറാതെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. തേജസ്വി യാദവ് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അങ്ങനെ ആവശ്യപ്പെട്ടാലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ ഈ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്റെ പാർട്ടി പ്രഖ്യാപിക്കും മുൻപ് തന്നെ ഒരു പദയാത്രയുമായി ബീഹാറിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹം എത്തി പ്രചരണം നയിച്ചു. ആ പ്രചരണത്തിലൂടെ തന്നെ സ്ത്രീകളെയും യുവാക്കളെയും എല്ലാം അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു. അവരുടെ വലിയ രീതിയിൽ പങ്കാളിത്തവും അവരുടെ മനസ്സിലിടം പിടിക്കാൻ ഈ നേതാവിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് ഒരു സർവേ വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് താല്പര്യമുള്ളതിൽ 27% ഒരു പിന്തുണ നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അത് നാം കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതാണ്. ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് 23%-ലധികം വോട്ട് നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി വരും കാലങ്ങളിൽ കരുതി വച്ചിരിക്കുന്നത് എന്താണ്? ആ ബീഹാറിന്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിന്റെ സ്പേസിലേക്ക് എല്ലാ പാർട്ടികളും ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയോടൊപ്പം നിൽക്കുന്ന JDUവിനും തകർച്ച സംഭവിക്കുകയാണ്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ അവിടെ തകർച്ച സംഭവിച്ചിരിക്കുന്നത് BSP ആണ്. BSP തകരുമ്പോൾ അവിടെ ഭീം ആർമി എന്നൊരു പാർട്ടി വളരുന്നുണ്ട്. അപ്പോൾ JDUവിന്റെ തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ അത് പൂർണ്ണമായി BJPയിലേക്ക് മാത്രമല്ല പോകുന്നത്, അത് ഈ ജൻസ്വരാജ് പാർട്ടിയിലേക്കും പോകും. കുറെ ആളുകൾ, കുറെ നേതാക്കൾ, ജനങ്ങൾ, യുവാക്കൾ അടക്കമുള്ളവർ, JDUവിന് പിന്തുണ നൽകിയിരുന്നവർ ജൻസ്വരാജിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന്
പ്രശാന്ത് കിഷോറിന് വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ ഇന്ന് പ്രധാനമന്ത്രി മുതൽ അദ്ദേഹത്തിന്റെ ഉപദേശം വാങ്ങിയവരായി ഉണ്ടല്ലോ. നരേന്ദ്രമോദിയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. പിന്നീട് നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുശേഷം അദ്ദേഹം സ്വന്തമായ ഒരു കമ്പനി രൂപീകരിച്ച് പല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപദേശം നൽകുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇങ്ങ് തെക്ക് സ്റ്റാലിന് വരെ അദ്ദേഹം ഉപദേശം നൽകിയില്ല. ഇപ്പോൾ വിജയ്ക്കാണ് ഉപദേശം നൽകുന്നത് അദ്ദേഹത്തിന്റെ കമ്പനി. എല്ലാ പാർട്ടികൾക്കും, കോൺഗ്രസിനും BSPക്കും അതോടൊപ്പം തന്നെ AAPക്കും DMKക്കും TRSനും അടക്കമുള്ള എല്ലാ പാർട്ടികൾക്കും ഉപദേശം നൽകുന്ന, അവരുടെ തന്ത്രങ്ങൾ, പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എങ്ങനെ കളിക്കണമെന്നും ബീഹാറിന്റെ മണ്ണിൽ എങ്ങനെ മുന്നേറണമെന്നും കൃത്യമായി ധാരണയുണ്ട്. അപ്പോൾ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇദ്ദേഹം ഈ BJP ബന്ധം ഇദ്ദേഹത്തിന് തലവേദനയാകുമോ എന്ന് നാം നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷെ എല്ലാവരും ഇദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത് AAPയുമായാണ്. AAPയുമായി നമുക്ക് ഇദ്ദേഹത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. AAP വളരുന്നത് മുഴുവനും ചെറിയ സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ ഡൽഹി ആയാലും പഞ്ചാബ് ആയാലും ഗോവയായാലും അവർ ചെറിയ സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഗുജറാത്തിലേക്ക് അവർ കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് ഇനി അത് അവർ തെളിയിക്കേണ്ടതാണ്. പക്ഷെ ബീഹാറിന്റെ മണ്ണിൽ ഏറ്റവും ഒരു വലിയ സംസ്ഥാനത്ത് തന്നെ ഇവർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ബീഹാറിൽ മാത്രമല്ല, ഡൽഹിയിലേക്കും അതിന് സമീപമുള്ള ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളിലേക്കും വളരാനുള്ള ഒരു സാധ്യത കൂടി ഈ ജൻസ്വരാജ് പാർട്ടിയിൽ കാണുന്നുണ്ട്. ജൻസ്വരാജ് പാർട്ടി വളരുമ്പോൾ അത് എങ്ങനെ BJPയെ സ്വാധീനിക്കും, എങ്ങനെ കോൺഗ്രസിനെ സ്വാധീനിക്കും എന്നതെല്ലാം ബീഹാർ ഇലക്ഷനിലൂടെ തന്നെ വ്യക്തമാകും. എന്തായാലും ബീഹാറിൽ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകപക്ഷീയമായ ഒരു മത്സരത്തിലേക്ക് കടക്കുന്നു. ബീഹാറിൽ BJPയും JDUവും അടക്കമുള്ള LJP അടക്കമുള്ള സർക്കാർ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സർക്കാർ വരുമ്പോൾ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനം അവിടെ വച്ച് അവസാനിക്കുന്നില്ല. ഈ സ്വാധീനം ഈ കേരളത്തിൽ പോലും ഉണ്ടാകും. കാരണം കേരളത്തിൽ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം, ബീഹാറിലെ വിജയം ഉണ്ടാകുമ്പോൾ അത് BJP കേരളത്തിൽ ഉൾപ്പെടെ പ്രചരണായുധമാക്കും, അത് ആസാമിൽ പ്രചരണായുധമാക്കും, തമിഴ്നാട്ടിൽ പ്രചരണായുധമാക്കും. കാരണം ഇത്രയും പാർട്ടികൾ, ഇന്ത്യ മുന്നണി, RJD, കോൺഗ്രസ്, CPM, CPI, CPML അടക്കമുള്ള എല്ലാ പാർട്ടികളും, VIP അടക്കമുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ടും തങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് BJP പറയും. അത് പല സംസ്ഥാനങ്ങളിലും സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് കേരളത്തിന്റെ സാന്നിധ്യം ഇപ്പോഴുള്ള സാഹചര്യം നോക്കൂ. അവർ പറയില്ലേ, BJPയുടെ വലിയ പ്രചരണം തന്നെ അവർ നടപ്പിലാക്കും. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലവിലെ സാഹചര്യമുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം അവർക്ക് തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിക്കാനായി അവർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ ഇതെല്ലാം അവർ ഇവിടെ പ്രചരണായുധമാക്കും. കോൺഗ്രസിന്റെ പരാജയം പ്രചരണായുധമാക്കും. കോൺഗ്രസ് ഇപ്പോൾ പറയുകയാണല്ലോ നഗരസഭ, തിരുവനന്തപുരം നഗരസഭയെ തന്നെ അങ്ങ് പിടിച്ചു കളയുമെന്ന്. പക്ഷെ ആ പിടിച്ചു കളയുമെന്ന ചിന്തയ്ക്ക് മേലുണ്ടാകുന്ന ഇടുത്തിയായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം.